നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അച്ചാറാണ്. ഒട്ടും കയ്പില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 12 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ട് ഒരു 12 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നാരങ്ങ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന്റെ പുറത്തൊക്കെ ചെളിയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നാരങ്ങ കഴുകിയെടുക്കുക. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ആ സ്റ്റീമറിന്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളമാണ്. ഇത്രയും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. വല്ലാണ്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക അങ്ങനെ ഒന്നും വേണ്ട. നാരങ്ങ നന്നായിട്ട് സ്റ്റീമായിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി വരണ ആ ഒരു പരുവത്തിൽ വേണം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതേ നാരങ്ങയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങയിലൊക്കെ നന്നായിട്ട് ആ സ്റ്റീം വന്നിട്ട് വെള്ളം പതിയെ ഇങ്ങനെ ഇറ്റിറ്റ് വീണിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നാരങ്ങ വാട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നാരങ്ങ വല്ലാണ്ട് അങ്ങോട്ട് സ്റ്റീമായിട്ട് ഒരുപാട് അങ്ങോട്ട് പൊട്ടി അവിഞ്ഞങ്ങ് പോയാലും നാരങ്ങ അച്ചാറിന് നല്ല കയ്പുണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാതെ ഈ ഒരു രീതിക്ക് വേണം വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ചെറുതായിട്ട് പൊട്ടിയിട്ടേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ ഓരോന്നും നന്നായിട്ട് തുടച്ചെടുക്കണം. ഒരു തുണി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാ നാരങ്ങ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്കിത് തണുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലെ കുരു കംപ്ലീറ്റ് കളയണം. കുരുവോടുകൂടി നമ്മൾ അച്ചാർ ഇടുമ്പോൾ അച്ചാറിന് കയ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കുരു കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേണം വലിപ്പം അനുസരിച്ച് 4 2 എത്രയാണെന്ന് വെച്ചാൽ ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് ഉപ്പ് കൂടുതൽ വേണം അച്ചാറിന്. പുളിയൊക്കെ ഇറങ്ങുമ്പോഴേക്കും പാകത്തിനുള്ള ആവാനായിട്ട് കുറച്ച് ഉപ്പ് കൂടുതൽ ഇടുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊരു 1/2 മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. എന്നാൽ മാത്രമാണ് ഉപ്പ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പൊടിയുപ്പിട്ടാലും കല്ലുപ്പിട്ടാലും ഇതുപോലെ 1/2 മണിക്കൂർ മാറ്റി വെക്കുക. അപ്പോൾ നാരങ്ങ നമ്മൾ 1/2 മണിക്കൂർ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. കായം കുറച്ച് കൂടുതലാണെങ്കിലാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. പൊടികളുടെ കളറൊന്നും മാറാതെ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവാതെ ആ പച്ചമണം മാത്രം മാറി കിട്ടിയാൽ മതി. അതിന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നേരെ ചൂടോടുകൂടി തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയിലേക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത ഉലുവാപ്പൊടിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ പൊടികൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പം ഞാൻ വറുത്ത് പൊടിച്ചതായതുകൊണ്ടാണ് ലാസ്റ്റ് സമയത്ത് ചേർത്തത്. ഇനി നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നാരങ്ങയുടെ എല്ലാ ഭാഗത്തും മസാലകളൊക്കെ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഒരു 1/2 മണിക്കൂർ നേരം കൂടി നമുക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് താളിക്കാനായിട്ട് നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ കുറച്ച് കൂടുതൽ വേണം അച്ചാറിന്, എന്നാലാണ് കേടാവാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ആവണേ. അപ്പോൾ 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി എത്ര കൂടുതൽ എടുത്താൽ പോലും ഈ 1 ടീസ്പൂൺ തന്നെ മതി. നാരങ്ങയുടെ അളവ് കൂടുതലാണെങ്കിലും 1 ടീസ്പൂൺ മതി. നല്ല പോലെ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള അച്ചാറാണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒട്ടും തന്നെ കയ്പില്ല. ഗ്യാരണ്ടി ആയിട്ടുള്ള അച്ചാറാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. ഇതിപ്പോൾ ഒരു 2-3 ദിവസം മുമ്പൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സദ്യയുടെ സമയമാകുമ്പോഴത്തേക്കും വിളമ്പാൻ നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയും പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ.
അപ്പോൾ എന്നത്തെയും പോലെ നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.